പാലക്കാട് മണ്ണാർക്കാടിന് സമീപം കരിമ്പുഴയിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ട്. ആ വീട്ടിലേക്ക് ഫസീല എന്ന യുവതി വിവാഹം കഴിച്ചെത്തിയതോടെയാണ് എല്ലാ സമാധാനവും ഇല്ലാതായത്. പണത്തെ ഏറെ സ്നേഹിച്ച ഫസീലയുടെ മനസ്സിൽ ദുഷ്ടത മാത്രമായിരുന്നു. ആദ്യം ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം, പിന്നീട് ഭർത്താവിനെയും കൂട്ടി അയാളുടെ മുത്തശ്ശിയെ വിഷം കൊടുത്തു കൊന്നു. ജൂൺ 24 രാവിലെയാണ് മണ്ണാർക്കാട് കരിമ്പുഴ സ്വദേശി നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു. എഴുതാനറിയാത്ത നബീസയുടെ ആത്മഹത്യാക്കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത്. ഇത് പാളിയെന്നുറപ്പായതോടെ രാത്രിയിൽ ബലമായ വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണമുറപ്പിച്ചു. ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത്. ഒരു ബന്ധുവിന്റെ ആഭരണം നഷ്ടമായ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് നബീസ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നബീസയുടെ മരണത്തോടെ തന്റെ ചീത്ത പേരുകൾ മാറുമെന്ന ഫസീലയുടെ കണക്ക് കൂട്ടലിലായിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണം. അങ്ങനെ 2016 ജൂൺ 21 മണ്ണാർക്കാട്ടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നബീസയെ 22 ബഷീർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ്. ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ബഷീറിന്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ത് സംഭവിക്കും? അവനെ കൊല്ലാനും പിടിക്കാനൊന്നും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്. നമ്മളെയും കൊലപ്പെടുത്താൻ ശ്രമിക്കും. ഡെത്ത് സെന്റൻസിന് വിധേയമായ ഒരു 2 പ്രതികളുടെയും മകൻ ഒരിക്കലും അനാഥനാവരുത് എന്നും കൂടെ കണ്ടിട്ട് ഇനിയും അവർക്ക് മാറാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ലൈഫ് ഇംപ്രസൺമെന്റ് 302 ലൈഫ് ഇംപ്രസൺമെന്റ് നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്.